എല്ലാ കാലത്തെയും കുട്ടികളുടെ ആശങ്കയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. അത് പലതരത്തിലുള്ള പഠന രീതികളുണ്ട്. വായിച്ച് പഠിക്കുന്നവരുണ്ട്, കേട്ട് പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഏജ് ഓഫ് സ്പെക്ടാക്കിൾസ് എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിൽ വീഡിയോകൾ കണ്ടുകൾ പഠിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ നമ്മളുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും ഒന്നും ഇത്തരത്തിലുള്ള പഠന രീതിയല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. കോമ്പീറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതികളാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത് പലതും പ്രവർത്തിച്ചോ ഏതെങ്കിലും തരത്തിൽ അന്വേഷണാത്മകമായോ ഒക്കെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ പാഠപുസ്തകങ്ങളിലും, എല്ലാ CBSEയുടെ ആയാലും കേരളത്തിൻ്റെ ആയാലും ഒക്കെ എല്ലാ പാഠപുസ്തകങ്ങളിലും കുട്ടി ആർജിച്ചിരിക്കേണ്ട ചില നേട്ടങ്ങളെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ആദ്യം ലേണിംഗ് ഔട്ട്കം എന്താണെന്ന് മനസ്സിലാക്കി ആ ഔട്ട്കത്തിലേക്ക് എത്താനുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് പുതിയ കാലത്ത് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നത് കുട്ടികളുടെ പലതരത്തിലുള്ള കഴിവുകൾ കൊണ്ടുവരാവുന്ന രീതിയിൽ, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താവുന്ന രീതിയിൽ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ്. അതിൽ ഒരു ഭാഗമായി മാത്രമേ വായിച്ച് പഠിക്കുകയോ കേട്ട് പഠിക്കുകയോ ചെയ്യുന്ന ഭാഗങ്ങൾ വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും പഠിക്കുക എന്നുള്ളതും പരീക്ഷയിൽ മാർക്ക് കിട്ടുക എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മുടെ പാരൻസും കുട്ടികളൊക്കെ നന്നായി പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഇതുവരെ കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ തോൽക്കാതെ പോകാൻ കഴിയുമായിരുന്നു. ഇപ്പം പതിയെ എങ്ങനെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു. നമ്മുടെ എക്സാമിൻ്റെ വാല്യുവേഷനൊക്കെ കുറച്ച് സ്ട്രിക്റ്റിലേക്ക് വന്നു. അപ്പോൾ ശരിക്കും നമ്മളെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണമെന്നുള്ളത് കൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിഷ്വലാണെങ്കിലും ഇനി ഓഡിറ്ററി ആണെങ്കിലും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവും. അപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുമ്പോഴും പരീക്ഷയ്ക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ, പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയൊരു സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി വ്യത്യസ്തമായ മെത്തേഡുകൾ യൂസ് ചെയ്യുക എന്നുള്ളതും കുറച്ചുകൂടി വിഷ്വലായിരിക്കും കുട്ടികൾ കൂടുതൽ ഉണ്ടാവുക ഇപ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഏത് രൂപത്തിലുള്ള കുട്ടികളാണെങ്കിലും നമ്മളെ ലേണിംഗ് സ്കില്ലിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഈ SQ3R ഒക്കെ പറയുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് തരത്തിലുള്ള കുട്ടികൾക്കും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് തോന്നുന്നത്. അത് നമ്മൾ വിശദീകരിക്കേണ്ട ഒരു സംഭവമാണ്. SQ3Rൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു കുട്ടി ഒരു പോയിൻ്റ് മിനിമം 4 തവണയെങ്കിലും കാണും. അതിൽ കുട്ടി കാണുന്നുണ്ട്, അതിൽ കുട്ടി വായിക്കുന്നുണ്ട്, അതിൽ കുട്ടി എഴുതുന്നുണ്ട്, പരീക്ഷയുടെ മുമ്പ് അത് കാണുന്നുണ്ട്, വീണ്ടും കാണുന്നുണ്ട്. ഇതാണ് SQ3Rൻ്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം മറ്റൊന്ന് ഈ ഫ്ലാഷ് കാർഡുകളുണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ അസോസിയേഷൻ മെത്തേഡുകൾ, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകളുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്യുമ്പം പ്രധാനമായും കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഈ അറിവുകളെ ക്രോഡീകരിച്ച് പഠിക്കുക എന്ന് പറയുന്നതും പരീക്ഷക്കാവട്ടെ ജീവിതത്തിലാകട്ടെ വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഒരു രീതിയായിരിക്കും. ഈ ഫ്ലാഷ് കാർഡൊക്കെ അതെ അതിൽ ഉൾപ്പെടുത്താവുന്നൊരു രീതിയാണ്. സ്റ്റിക്കി നോട്ട്സുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ പഠനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നോട്ട് രീതിയുണ്ട്. അത് കൺസെപ്റ്റ് മാപ്പിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു രീതിയിൽ അത് കുറച്ചുകൂടി ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സൗകര്യത്തിൽ പഠിക്കാൻ പറ്റിയൊരു രീതിയാണത്. ഇപ്പോൾ നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം അയാളെ ആകമാനമാണ് കാണുക, ഹോളിസ്റ്റിക് ആയിട്ടാണ് കാണുക. എന്നിട്ടാണ് അയാളുടെ കണ്ണ്, അയാളുടെ മൂക്ക് എന്ന ഭാഗത്തേക്ക് പോകുക. അതേപോലെ പാഠഭാഗത്തെ ആകമാനം കണ്ടിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ആ ആശയം ഒരു നോട്ട്ബുക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് രേഖപ്പെടുത്തി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ആശയങ്ങളെ കൂട്ടിച്ചേർത്ത് ഒന്നാമത്തെ പാരഗ്രാഫിലുള്ള പ്രധാന ആശയത്തിൻ്റെ കീവേഡ്സ് ആ സെൻറ്റർ ഭാഗത്ത് നിന്നുള്ള ഒരു ക്ലോക്ക് വൈസിലാണെങ്കിൽ ക്ലോക്കിൻ്റെ 1 എന്ന് പറയുന്ന ഭാഗത്തൊരു പാരഗ്രാഫിൻ്റെ എഴുതുക. അങ്ങനെ വ്യത്യസ്ത പാരഗ്രാഫുകളെ ഒരൊറ്റ പേജിലേക്ക് കൊണ്ടുവന്നാൽ പരീക്ഷയ്ക്കും ജീവിതത്തിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ ആ ഒരു പേജ് തന്നെ നോക്കിയാൽ കുട്ടികൾക്ക് ധാരാളം ഓർത്തെടുക്കാനും വീണ്ടും പരീക്ഷകൾക്കൊക്കെ എഴുതാനും സഹായിക്കും. ഓക്കെ, അതേപോലെ ഈ വീട്ടിലൊക്കെ ഒരു വായിക്കാനുള്ള സ്പേസ്, പഠിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ, സാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസ്, അതേപോലെ തന്നെ ചില പോയത്തിൻ്റെ ഏരിയകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും കുട്ടികൾക്ക് ലഭിക്കാൻ സാധിക്കും. ഏത് രൂപത്തിലാണെങ്കിലും ഈ മെത്തേഡുകൾ യൂസ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായി ഒരുങ്ങുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം.
തീർച്ചയായും ഈ ഒരു കാലം ട്രാൻസിഷൻ്റെ കാലമാണ്, പരിവർത്തനത്തിൻ്റെ കാലം. അതായത് പരീക്ഷ പ്രധാനമായിക്കൊണ്ടിരിക്കുകയും എന്നാൽ നല്ല കഴിവുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ട കുട്ടികളാണ് ഇനി ഭാവിയിലേക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരേ സമയം നമ്മൾ പരീക്ഷ പ്രധാനമായി കണ്ടുകൊണ്ട് കോമ്പിറ്റൻസി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഓർമ്മിക്കേണ്ടത്.